ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ ആഘോഷത്തോട് ശ്രീ മഹാദേവ ക്ഷേത്രം
ചൈതന്യധന്യവും പ്രശസ്തവും ആയ ഒരു മഹാദേവ ക്ഷേത്രമാണ്. കിരാതമൂർത്തി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്ക് സാമൂഹികമായ അന്നദാനം മറ്റും വെക്കാൻ ലഭിക്കും. ദർശനത്തിനുള്ള സൗകര്യമുണ്ട്. വാഹന പാർക്കിങ്, മറ്റ് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉദ്ദേശം ചെയ്തിട്ടുണ്ട്. ശിവരാത്രി ദിവസമായി ഇന്ന് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഭക്തജന ഒഴുക്കാണ്. കാരണം രാവിലെ 6 മണി തൊട്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഉത്സവം തൊഴാൻ വേണ്ടി വരുന്നത്. അവർക്കെല്ലാം വേണ്ടി മറ്റുള്ള മണ്ഡലങ്ങളിൽ ചെയ്യുന്ന ഉപരി എല്ലാവിധ സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രാവശ്യം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിൽ വരുന്ന ദേവസ്വം ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ തിരുമലയിലുള്ള ശ്രീ കുശക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ശിവരാത്രി മഹോത്സവം വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു. ഓരോ വർഷം കഴിയുമ്പോൾ ജനത്തിരക്ക് ഒന്നിനൊന്ന് കൂടി വരികയാണ്. കാര്യം ഇവിടെ വരുന്ന ഭക്തർക്ക് വേണ്ട സംവിധാനങ്ങൾ എല്ലാം ഉപദേശ സമിതിയും ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയും വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഭഗവാനെ ദർശിക്കുവാനും കൃപാകടാക്ഷം നേടുവാനും കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഭക്തർ ധാരാളമായി എത്തുന്നത്. ഓരോ വർഷം കഴിയുമ്പോൾ ഭക്തരുടെ സാന്നിധ്യം കൂടി വരികയാണ്. അത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം കഴിഞ്ഞ വരുമാനത്തിന്റെ കാര്യത്തിലും ഭക്തജനത്തിന്റെ തിരക്കിലും ഇവിടുത്തെ മൂർത്തിയുടെ പ്രത്യേകതയിലും വളരെ പ്രശസ്തമാണ് ഈ ക്ഷേത്രം. എൻ്റെ 10, 12, 15 വയസ്സായ നാളെ മുതൽ ഒരു 10-50 വർഷമായി ഞാൻ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഒരു എളിയ ഭക്തനാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ 3-4 വർഷമായി ഉപദേശ സമിതിയിൽ അംഗമാണ്. പ്രസിഡന്റ്, സെക്രട്ടറി, ഉപദേശ സമിതി അംഗങ്ങൾ, ഉത്സവ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇപ്രാവശ്യത്തെയും ശിവരാത്രി മഹോത്സവം ക്രമീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശപ്രകാരം വാഹന പാർട്ടി, ദർശനത്തിലെ ക്യൂ സംവിധാനം, സംഭാര വിതരണം, ദാഹജല ക്രമീകരണം, മൂത്രപ്പുരയുടെ സൗകര്യം ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിരക്ക് ഒഴിവാക്കുന്നു. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആനയുടെ ഇപ്പോഴത്തെ പ്രശ്നം കാരണം ശിവരാത്രിക്കുള്ള എഴുന്നള്ളിപ്പ് ഇപ്രാവശ്യം നന്ദി വാഹനത്തിലാണ്. 12 മണിക്ക് രാത്രി ഋഷഭവാഹനത്തിലാണ് എഴുന്നള്ളിപ്പ്. കഴിയുന്നതും തിക്കും തിരക്കും കുറയ്ക്കുന്നു. ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉപദേശ സമിതിയും ഉത്സവ കമ്മിറ്റിയും ഒരുക്കുന്നുണ്ട്. ഇവിടെ കുറെ കാലം തിരക്കാണ്. ശിവരാത്രിക്ക് ഏറ്റവും അമ്പലമാണ്. ഞങ്ങളുടെ അമ്പലമാണ്, തിരുമല അമ്പലമാണ്. ശിവായ നമഃ ശിവായ നമഃ ശിവായ ശിവായ നമഃ 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 ശിവായ
ശിവായ. നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തിരുവനന്തപുരം വകുപ്പിലെ കുശക്കോട് സബ് ഗ്രൂപ്പിലെ കുശക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 2025 വർഷത്തെ ശിവരാത്രി മഹോത്സവം ഇന്നേ ദിവസം വളരെ ഗംഭീരമായ രീതിയിൽ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. രാവിലെ പതിവ് പൂജകൾ ആരംഭിച്ച് അഖണ്ഡ നാമജപം നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ക്ഷേത്ര ഉപദേശക സമിതിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ആത്മാർത്ഥമായ സഹകരണത്തോടുകൂടി എല്ലാവിധ ഒരുക്കങ്ങളും മുന്നേ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്കായിട്ട് മുന്നേ തന്നെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും എല്ലാം ഭക്തജനങ്ങൾക്കായിട്ട് ഒരുക്കി നൽകിയിട്ടുണ്ട്. കൂടാതെ രാത്രി 9:30 യാമപൂജകൾ ആരംഭിച്ച് ഋഷഭവാഹനത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് 3:30 4ാം യാമപൂജയും ആരംഭിച്ച് ക്ഷേത്രനട 27-ാം തീയതി പതിവ് പൂജകൾക്ക് ശേഷം ശിവേലിക്ക് ശേഷം തിരുനട അടയ്ക്കുന്നതാണ്. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഞാൻ നമ്മുടെ കുശക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ ഇവിടെ ശിവരാത്രി ഇവിടെ തിരുവനന്തപുരം സിറ്റിയിലെ അമ്പലങ്ങളിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾ വരുന്നില്ല. ശ്രീകണ്ഠ മഹാദേവ ക്ഷേത്രം കഴിഞ്ഞ് തിരുമല കുശക്കോട് മഹാദേവ ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ. മറ്റെല്ലാ സൗകര്യങ്ങളും കമ്മിറ്റിയുടെ മേൽത്തുകയുടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കുശക്കോട് മഹാദേവ ധാരാളം ആൾക്കാർ നാട്ടിലും പരിപാവനമായ കുശക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുശക്കോട് മഹാദേവ ക്ഷേത്രം. എല്ലാ വർഷവും ശിവരാത്രി ദിവസം ആപാലവൃത്ത ജനങ്ങൾ പുലർക്കാലം മുതൽ പിറ്റേ ദിവസം പുലർക്കാലം വരെ ഭഗവാന്റെ ദർശനം നടത്തുകയും കൂടാതെ വിദേശ സമിതിയും ഉത്സവ കമ്മിറ്റിയും നിരവധി പരിപാടികൾ നടത്തി വരുന്നു. രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് അന്നദാനം, കൂടാതെ വിവിധ കലാപരിപാടികൾ, ഭക്തർക്ക് എല്ലാ സൗകര്യവും ഒരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കുശക്കോട് മഹാദേവ ക്ഷേത്രം. കൂടാതെ ഇവിടുത്തെ ഉത്സവം അടുത്ത മാർച്ച് 28 തുടങ്ങി ഏപ്രിൽ 4 തൃപ്പടി ഇറക്കോടുകൂടി അവസാനിക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ ആപാലവൃത്ത ജനങ്ങൾ ആശ്രയിക്കുന്ന ഭഗവാന്റെ പുണ്യ ചൈതന്യം ഊരുന്ന ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാ ജനങ്ങൾക്കും സഹർഷം സ്വാഗതം. തിരുമലയിലെ ഏക ശിവക്ഷേത്രവും അത് പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ 5 കടവുകളായിരുന്നു. ഇപ്പോൾ കുളമെല്ലാം ശോചനീയ അവസ്ഥയിലാണ്. പക്ഷേ ഈ ശിവരാത്രി പ്രമാണിച്ച് വളരെ ഭക്തജനങ്ങളുടെ തിരക്കാണ്. അപൂർവമായിട്ടുള്ള തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ ശിവരാത്രി നാളുകളിൽ ഉള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം വളരെ കൂടുതൽ ഭക്തജനങ്ങളാണ് വന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും ഒരുക്കുമായിട്ട് നിൽക്കുകയാണ്. വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണിത്. ഭക്തജനങ്ങളുടെ പ്രവാഹം തന്നെ ഇന്ന് നേരം പുലർക്കാലം മുതൽ 4 മണി വരെ ഉണ്ടായിരുന്നു. ഇനി എൻ്റെ ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.
ശിവായ. ഓം നമഃ 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 ശിവായ. ഓം നമഃ
നമഃ ശിവായ. നമഃ ശിവായ.
ശിവായ. ഓം നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ. വിശ്വാസമാണ് ഓം ഹ്രീം നമഃ ശിവായ. നമോ നമഃ ശിവായ. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. നമഃ ശിവായ. ഓം നമഃ ശിവായ. നമോ നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ. ഓം 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 നമഃ വിളിച്ച വിളിയേക്കുന്ന ഭഗവാനാണ് തിരുമല ശിവമഹാദേവൻ. എല്ലാവരും തന്റെ തിരക്കും തിരക്കുമുള്ള സമയമാണിത്. ഭഗവാന്റെ പുണ്യം കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും പറയാനുള്ള അവസരവും ഈ കോവിലിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ കോവിലിൽ ഇത്രയും തിരക്കും തിക്കും ഉണ്ടാവുന്നത്. ഓരോ വർഷം കൂടുന്തോറും ഭക്തരുടെ തിരക്കും തിക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും മാത്രം ജനങ്ങൾ ഇവിടെ ഉണ്ടാവാൻ കാരണം. ഇവിടുത്തെ കമ്മിറ്റിയും മറ്റുള്ളവരുടെയും നല്ല പെരുമാറ്റവും ഉണ്ടാവുകയാണ്. ഓം നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ. ഓം ഹ്രീം 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 നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ. ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.